പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും ബുണ്ടസ് ലീഗയും സീരിയയും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരായ ടെലിവിഷൻ പ്രേക്ഷകരെ പങ്കിട്ടെടുത്ത് കാശ് വാരുമ്പോൾ ഓർക്കപ്പുറത്ത് കിട്ടിയൊരു അടിയായിരുന്നു യൂറോപ്പിൽ നിന്നുള്ള CR7 മടക്കം. അർജന്റീനൻ കോട്ട് മെസ്സിയെ പടിഞ്ഞാറൻ രാജ്യമായ US റാഞ്ചിയപ്പോൾ റൊണാൾഡോ നേരെ പോയത് യൂറോപ്പിന് കിഴക്കുള്ള സൗദി അറേബ്യയിലേക്കാണ്. ക്രിസ്ത്യാനിറ്റിയെ ലോകമതമായി കണ്ട് പ്രചരിപ്പിക്കുന്ന നാട്ടിലേക്കാണ് മെസ്സി പോയത്. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോയത് ലോകത്ത് ന്യൂനപക്ഷ മതമായ ഇസ്ലാമിന്റെ പ്രചാരകരായ ഒരു അറബ് രാജ്യത്തേക്കാണ്. ഇത് ഇവിടെ പറയേണ്ട കാര്യമെന്താണ് എന്നല്ലേ സംശയം? കാര്യമുണ്ട്. ഒപ്പം റൊണാൾഡോ ഹേറ്റേഴ്സിന്റെ എണ്ണം 10 മടങ്ങ് വർദ്ധിക്കുന്നതും അയാൾ പതിവിലേറെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതും കാണാനായി. ഇവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന സെക്കുലർ മനുഷ്യന്റെ പ്രസക്തി. അയാൾ കാൽ തൊടുന്ന മണ്ണിന്റെ ചരിത്രത്തെയും സംസ്കാരങ്ങളെയും മാനിക്കുന്നവനാണ്. അവിടുത്തെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നവനാണ്. അയാളെ സോഷ്യൽ മീഡിയയിലൂടെ മരുഭൂമിയിലെ ഒട്ടകമെന്ന് പരിഹസിക്കുന്നവർക്ക് പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും അജണ്ടകൾ പലതും കാണും. വിമർശനങ്ങളും പരിഹാസങ്ങളും തളർത്തിയിരുന്നെങ്കിൽ CR7 ഇന്ന് ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരാളായി മാറില്ലായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2022 ലോകകപ്പിന് മുന്നോടിയായുള്ള CR7 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള തിരിച്ചുവരവും കോച്ച് എറിക് ടെൻഹാഗുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആരും മറന്നു കാണില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഫുട്ബോളറെ വേണ്ട രീതിയിൽ ടീമിനായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നിടത്താണ് ചെമ്പടയുടെ പരാജയം. പിന്നാലെ കോച്ച് ഫെർണാണ്ടോ സാന്റോസിന് കീഴിൽ ലോകകപ്പിൽ ആശയറ്റ ആൾക്കൂട്ടമായി പണക്കിപ്പടം മാറി. പിന്നാലെ മൊറോക്കോയുടെ തോറ്റ് ടീം മടങ്ങുമ്പോൾ കരഞ്ഞു മടങ്ങുന്ന ക്രിസ്ത്യാനോയുടെ ചിത്രം ആ കരിയറിന്റെ തന്നെ അവസാന ഏടായി പലരും വിധി എഴുതി. അയാളുടെ വിരമിക്കൽ പ്രഖ്യാപനം കാത്തുനിന്നവർക്ക് മുന്നിലെത്തിയ തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അയാൾ സൗദി പ്രോ ലീഗിലേക്ക് കളിക്കാൻ പോകുന്നുവെന്ന വാർത്തയാണ്.